രാവിലെ സൂര്യൻ ഉദിച്ചുവരുന്ന കാഴ്ചയൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ അപൂർവമാണ്. കാരണം രാവിലെ എണീച്ചാലല്ലേ ഇത് വല്ലതും കാണാനായിട്ടൊക്കെ പറ്റുള്ളൂ. ഇന്ന് രാവിലെ അമ്മയൊക്കെ പുറത്തൊരു അത്യാവശ്യത്തിന് പോയേക്കാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ റൈസ് കുക്കറിൽ ചോറൊക്കെ വെച്ച് അതെനിക്ക് വാർത്തിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് അതാണ് ഏറ്റവും പാടെന്ന് പറയുന്നത്. നേരെ അടുക്കളയിൽ കയറി തേങ്ങ തിരുവിയതും അതെല്ലാം വെളി വച്ചിട്ട് ഒരു പാട്ടും അങ്ങോട്ട്. അല്ലേലും ഈ കുക്ക് ചെയ്യുമ്പോൾ ഒരു പാട്ടൊക്കെ അങ്ങോട്ട് വെച്ചാൽ ഭയങ്കര ഒരു വൈബാണ്. നമ്മൾ ചെയ്യുന്ന ജോലി അത്രയും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് തീരുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലാണ് ഞാൻ ഈ പാട്ട് വെക്കുന്നത്. വേറെ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് മീൻ കറി വെക്കാനായിട്ട് നെത്തോലിയുണ്ട്, ചാളയും കൂടെ ഉണ്ട്. രണ്ട് മിക്സ് ചെയ്തിട്ടാണ് അതിനെ പീര വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്ന ജോലി എനിക്കാണ്. എനിക്കാണെങ്കിൽ ഈ മീനും ചിക്കനൊക്കെ ക്ലീൻ ചെയ്യാൻ തന്നാൽ അതങ്ങോട്ട് വെളുത്ത് 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 നല്ല വെള്ള അലുവ കണക്കിരിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരെ ഞാൻ നിന്നത് കഴുകി കഴുകി നിൽക്കും. കുറച്ചധികം സമയവും എടുക്കും, കുറച്ചധികം വെള്ളമൊക്കെ ചിലവാകും. എന്നാലും എനിക്ക് അത്ര ചെയ്താലേ ഒരു തൃപ്തി അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഈ പീര ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ. വയ്ക്കുന്ന രീതിയൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ചധികം തേങ്ങയൊക്കെ ഇട്ട് ആ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ സത്യം പറയാലോ അടിപൊളി മണം അപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടടുപ്പിൽ വച്ചിട്ടുണ്ട്. ഒന്നിൽ അവിയലും ഒന്നിൽ പീരയും വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും ഞാൻ ആദ്യമായിട്ട് വെച്ചതാണെങ്കിലും സൂപ്പർ സാധനം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ലൊരു ഫ്ലേവർ. ആ ഒരു അരപ്പിന് തന്നെയാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും വീണ്ടും അത് ഉപ്പിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിയലും ദാ ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിനി ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ചപ്പാത്തി, ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ബ്രെഡും ഓംലെറ്റ് ഉണ്ട്, പിന്നെ പീനട്ട് ബട്ടറുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളും എല്ലാം അങ്ങ് കഴിഞ്ഞ് പിന്നെ നേരെ ഇനി ചോറ് കിട്ടണം. അങ്ങനെ ലഞ്ച് ബോക്സും കിട്ടിയതിന് ശേഷം കുറച്ച് തുണികൾ കഴുകാനുണ്ട്. അന്നെന്നുള്ളത് അന്നന്ന് കഴുകിയിട്ട് അത്ര ഭാരമായിട്ട് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ കുറച്ച് തുണികൾ കൈവിട്ട് തീർന്നപ്പം എൻ്റെ രാവിലത്തെ പരിപാടികളെല്ലാം തീർന്നു.